അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു തആലയുടെ വചനം പുസ്തകത്തിൽ ഉള്ളത് ഓർക്കുക, അത് ഖുർആനിലുള്ളത്. ഇസ്മായിൽ തീർച്ചയായും അവൻ സത്യസന്ധനായിരുന്നു, വാഗ്ദാനം പാലിക്കുന്നവനായിരുന്നു. 19-ാം സൂറത്ത് 54-ാമത്തെ ആയത്ത്. ഖൗലില്ലാഹി തആല വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ ഇന്നഹു കാന സ്വാദിഖൽ വഅദ്. മറിയം 54. സലമ ബിൻ അൽ അക്വാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലം ഗോത്രത്തിൽ നിന്നുള്ള കുറേ ആളുകൾ അമ്പെയ്ത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവിടെ പഠിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ പഠിക്കുകയോ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. അതിൻ്റെ അടുത്തേക്ക് കൂടെ നടന്നുപോയി. അവർ അമ്പെയ്യുകയായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്മായിലിൻ്റെ സന്തതികളെ അമ്പെയ്ത്ത് പഠിക്കൂ, കാരണം നിങ്ങളുടെ പിതാവ് ഒരു ഭയങ്കര അമ്പെയ്ത്തുകാരനായിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായത്തിൽ അമ്പെയ്ത്ത് സുന്നത്താണ്. അപ്പോൾ റസൂൽ അങ്ങ് ചെന്നു. അവിടെ 2 പാർട്ടിയായിട്ട് കുറച്ച് മുസ്ലിങ്ങൾ നിന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ് അമ്പെയ്ത്തിൽ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാ നമുക്ക് കളിക്കാം, ഞാൻ നിങ്ങളുടെ ഇന്ന ആളുടെ മക്കളുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞു. അവരുടെ ഗോത്രത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ കൂടെ നിൽക്കാമെന്ന്. അത് കേട്ടപ്പോൾ 2 പാർട്ടിക്കാരും അമ്പെയ്ത്ത് നിർത്തിവെച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്തേ നിങ്ങൾ അമ്പെയ്യാത്തത്? അപ്പോൾ അവരോട് മറുപടി പറഞ്ഞു, ഞങ്ങളെങ്ങനെ അമ്പെയ്യുക, കാരണം ഞങ്ങളുടെ എതിർ പാർട്ടിയിൽ നിൽക്കുന്ന റസൂലില്ലേ, ഞങ്ങൾക്ക് റസൂലിൻ്റെ എതിരെ ഞങ്ങൾ അമ്പെയ്യില്ല എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെയാണ് അമ്പെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലിനെതിരെ ഒരു കളിയിൽ പോലും അവർ മത്സരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അൻ സലമത ഇബ്നുൽ അക്വാഇ റളിയല്ലാഹു അൻഹു ഖാല മറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നഫരിൻ മിൻ അസ്ലമ യൻതളിലൂന ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇർമു ബനി ഇസ്മായിൽ ഫഇന്ന അബാക്കും കാന റാമിയൻ വഅന മഅ ഇബ്നു ഫുലാനിൻ ഖാല ഫംസക അഹദുൽ ഫരീഖൈനി ബിഐദിഹിം ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ലക്കും ലാ തർമൂൻ ഫഖാലു യാ റസൂലുള്ളാഹ് നർമി വഅൻത മഅഹും ഖാല ഇർമു വഅന മഅക്കും കുല്ലിക്കും. അപ്പോൾ റസൂൽ പറയുന്നത് വലിയ അമ്പെയ്ത്തുകാരനായിരുന്നു എന്നാണ്. അപ്പോൾ ആദം അലൈഹിസ്സലാം തൊട്ട് ഇന്ന് വരെയുള്ള, അല്ലെങ്കിൽ ലോകാവസാനം വരെയുള്ള അമ്പെയ്ത്തുകാരിൽ വെച്ച് വലിയൊരു അമ്പെയ്ത്തുകാരനാവാനും മതി. അല്ലാഹു ആലം. ഇസ്ഹാക്കിൻ്റെ കഥ, അതായത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മകൻ, ഖിസ്സത്തി ഇസ്ഹാഖ ഇബ്നു ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോ നിങ്ങൾ സാക്ഷികളായിരുന്നോ യാക്കൂബിനെ മരണം സമീപിച്ചപ്പോൾ, അതായത് മരിക്കുന്ന സമയമായപ്പോൾ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 മക്കളോടും ഇങ്ങനെ പറഞ്ഞു. 2-ാമത്തെ സൂറത്ത് 133-ാമത്തെ ആയത്ത്. അം കുന്തും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗതു ഇദ് ഖാല ലിബനീഹി. അൽ-ബഖറ 133. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, കുറച്ച് ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മനുഷ്യരിൽ ആരാണ് ഏറ്റവും ആദരണീയൻ? അദ്ദേഹം മറുപടി പറഞ്ഞു, ഏറ്റവും ആദരണീയനായ മനുഷ്യൻ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നവനും ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് കർത്തവ്യം പാലിക്കുന്നവനും ആകുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, അതിനെപ്പറ്റിയല്ല ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ യൂസുഫ്, കാരണം അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകനാകുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മകനാകുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മകനാകുന്നു, അള്ളാഹുവിൻ്റെ ഖലീലിൻ്റെ മകനാകുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അതിനെപ്പറ്റിയും അല്ല ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന അറബികളുടെ വംശപരമ്പരയെ പറ്റിയിട്ടാണോ? അപ്പോൾ അവർ പറഞ്ഞു, അതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള ഏറ്റവും നല്ല ആളുകളായിരിക്കും, അതായത് ഇസ്ലാമിന് മുമ്പ് നന്നായി ജീവിച്ച ആളുകൾ, ഏകദൈവാരാധനയും കാര്യങ്ങളൊക്കെ ആയിട്ട്, പ്രവാചകനൊന്നുമില്ല, കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയി, എന്നിട്ടും ഇസ്ലാമിന് മുമ്പ് ജാഹിലിയ്യ കാലഘട്ടത്തിൽ നല്ല നിലയിൽ ജീവിച്ച ആളുകൾ ആരൊക്കെയാണോ അവരെല്ലാം ആകുന്നു ഏറ്റവും നല്ല ആളുകൾ, അല്ലെങ്കിൽ ആദരണീയർ. അവർക്ക് മതവിവരം ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് മതപഠനം കിട്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവർ പറഞ്ഞു, അതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജാഹിലിയ്യ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഏറ്റവും നന്നായിരുന്നത് ആരാണോ, എന്നിട്ട് ഇസ്ലാമിൽ നന്നായി ജീവിച്ചത് ആരാണോ അവരാണ്. അപ്പോൾ ഈ 2 കാലഘട്ടത്തിലും നല്ലവരായത് അബൂബക്കർ സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, അലി, ഇങ്ങനെയുള്ളവരൊക്കെ നമുക്ക്, അതായത് സഹാബാക്കൾ, സീനിയർ സഹാബാക്കളെയൊക്കെ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ജാഹിലിയ്യ കാലഘട്ടത്തിലും നല്ലവരായിരുന്നു, അതുപോലെ ഇസ്ലാമിൽ വന്നതിന് ശേഷവും അവർ ഏറ്റവും നല്ലവരാണ്. അപ്പോൾ അവർക്ക് ഇൽമും കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ളവരാണ് ഏറ്റവും നല്ലവർ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖീല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അക്രമുൻ നാസ് ഖാല അക്രമുഹും അത്ഖാഹും. قالوا يا نبي الله ليس عن هذا نسألك قال فأكرم الناس يوسف
നബിയുല്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു ഖലീലില്ലാ. ഖാലു ലൈസ അൻ ഹാദാ നസ്അലുക ഖാല അഫഅൻ മആദിനിൽ അറബി തസ്അലുനി ഖാലു നഅം ഖാല ഫഖിയാറുക്കും ഫിൽ ജാഹിലിയ്യതി ഖിയാറുക്കും ഫിൽ ഇസ്ലാമി ഇദാ ഫഖഹു. ഓർക്കുക, ലൂത്തിനെ അദ്ദേഹത്തിൻ്റെ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും മോശമായ അൽഫാഹിഷ, അതായത് തോന്നിവാസം, മനസ്സിലെന്താണോ തോന്നുന്നത് അത് ചെയ്യുന്നതിനാണ് തോന്നിവാസം എന്ന് പറയുന്നത്. അൽഫാഹിഷ, നിങ്ങളുടെ നീചപ്രവൃത്തി, പൈശാചിക പ്രവൃത്തി, വൻ പാപം, സകല രീതിയിലുമുള്ള അനിയന്ത്രിതമായ ലൈംഗിക ബന്ധങ്ങൾ അല്ലെങ്കിൽ അന്യായമായ ലൈംഗിക ബന്ധങ്ങൾ, പിന്നെ ആണും തമ്മിലുള്ളത്, ആണും തമ്മിലുള്ള ലൈംഗിക ബന്ധവും, അതായത് അങ്ങനെ തുടരുന്നു. അവർക്ക് സർവനാശം, അവർക്ക് താക്കീത് കൊടുത്തിരുന്നു. അവർ കേട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അവർക്ക് സർവനാശം. 27-ാം സൂറത്ത് 54 മുതൽ 58 വരെയുള്ള ആയത്തുകൾ. വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി അതഅതൂനൽ ഫാഹിഷ ഇലാ ഖൗലിഹി ഫസാഅ മതറുൽ മുൻദരീൻ. അന്നംൽ 54 മുതൽ 58 വരെയുള്ള ആയത്തുകൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അള്ളാഹു ലൂത്തിന് ക്ഷമിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിന് ചാരി നിൽക്കാൻ അതിഭയങ്കരമായൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ലൂത്ത് അലൈഹി സ്വലാം ഇങ്ങനെ പരാതി പറഞ്ഞു, കൈവിട്ടു പോകുന്ന അവസരം വന്നപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ വീട്ടിലേക്ക് ഇടിച്ചു കയറാൻ പോയി, വീട് തന്നെ പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയായപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു എനിക്കൊന്ന് ചാരി നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അതായത് എനിക്ക് വലിയൊരു കുടുംബം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അള്ളാഹ് പറയുകയാണ്, ഞാനില്ല ഇവിടെ ചാരി നിൽക്കാൻ, അപ്പോൾ ഏറ്റവും വലിയ ശക്തി നിനക്ക് ചാരി നിൽക്കാനുള്ളപ്പോൾ അങ്ങനെ പറയണമെന്നുള്ള രീതിയിൽ ഒരു ഡയലോഗ് വന്നു. അതുകൊണ്ടാണ് റസൂൽ പറയുന്നത്, അള്ളാഹു ലൂത്തിനെ പുറത്തു കൊടുക്കട്ടെ, കാരണം അദ്ദേഹത്തിന് ഏറ്റവും വലിയ ശക്തി ചാരി നിൽക്കാൻ ഉണ്ടായിരുന്നു. عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال تغفر الله لوطا إذ كان ليأوي إلى ركن شديد. പിന്നെ എപ്പോൾ സന്ദേശവാഹകർ ലൂത്തിൻ്റെ കുടുംബത്തിലേക്ക് വന്നുവോ, അതായത് മലക്കുകളെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, തീർച്ചയായും നിങ്ങളെ എനിക്ക് അറിയില്ല. 15-ാമത്തെ സൂറത്ത് 61-62 ആയത്ത്. فلما جاء آل لوط المرسلون قال إنكم قوم منكرون. അൽ-ഹിജ്ർ 61-62 ആയത്തുകൾ. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓതി, ഫഹൽ മിൻ മുദ്ദക്കിർ, അപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ? ഇത് ഓർക്കുകയോ അതല്ലെങ്കിൽ അതിനെ തടയുകയോ ചെയ്യുന്നത്, അതായത് പൈശാചികത ഒഴിവാക്കുന്നത്. 54-ാമത്തെ സൂറത്ത് 15-ാമത്തെ ആയത്ത്. അൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖാല ഖറഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹൽ മിൻ മുദ്ദക്കിർ. ഖമർ 15. അല്ലാഹു തആലയുടെ വചനം, എന്നിട്ട് സമൂദിലേക്ക് നാം അയച്ചു അവരുടെ സഹോദരൻ സ്വാലിഹിനെ. 7-ാമത്തെ സൂറത്ത് 73-ാമത്തെ ആയത്ത്. വീണ്ടും അവൻ്റെ വചനം, ഹിജ്ർ വാസികൾ, അതായത് പാറക്കൂട്ടങ്ങളിൽ താമസിച്ചിരുന്നവർ, അപ്പോൾ അവിടെ ആ ഭൂപ്രദേശത്ത് പാറകൾ കൂടുതലായിരുന്നു എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവർ പാറക്കൂട്ടങ്ങളിലായിരുന്നു അവർ വീട് വെച്ചിരുന്നത്, എന്തു വേണമെങ്കിലും ആവാം. അവർ നിരസിച്ചു. 15-ാമത്തെ സൂറത്ത് 80-ാമത്തെ ആയത്ത്. അൽ ഹിജ്ർ എന്ന് പറയുന്നത് സമൂദ് ഗോത്രം താമസിച്ചിരുന്ന നാടായിരുന്നു, പാറക്കൂട്ടങ്ങൾ ഉള്ള സ്ഥലം. ഖൗലില്ലാഹി തആല وإلى ثمود أخاهم صالحا ഹൂദ് 61. كذب أصحاب الحجر. الحجر 80. الحجر موضوع ثمود. അബ്ദുല്ലാഹിബ്നു സമാർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സ്വാലിഹ് അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായിരുന്ന അള്ളാഹുവിൻ്റെ പെണ്ണൊട്ടകത്തെ കൊന്ന ആൾ ആരാണ്, അല്ലെങ്കിൽ ആ ആളിനെ പറ്റി സംസാരിക്കുന്നത്. അത് ഇങ്ങനെയായിരുന്നു, ആ മനുഷ്യൻ ഈ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരുന്നവൻ ആരാണോ അവൻ വളരെ ആദരണീയനായ മനുഷ്യനായിരുന്നു, അവൻ ഭയങ്കര ശക്തനായിരുന്നു അവൻ്റെ സമൂഹത്തിൽ, അബൂ സമായിനെ പോലെ. അപ്പോൾ അതായത് ഒരു ഗോത്രത്തലവനോ അല്ലെങ്കിൽ അതുപോലെ ശക്തനോ ആരോഗ്യമോ ഒക്കെ ഉള്ള 4 ആൾ പറഞ്ഞാൽ കേൾക്കുന്ന ആദരണീയനായ അവരുടെ ഇടയിൽ, ചീത്ത ആളുകളുടെ ഇടയിൽ, അതായത് അമുസ്ലിങ്ങളിലായിരുന്നു. അവർ പ്രവാചകനെതിരായി പ്രവർത്തിക്കുകയാണ് അന്നത്തെ പ്രവാചകന്. അപ്പോൾ ആ രീതിയിൽ അവരുടെ ആളുകളിൽ സ്ഥാനമാനങ്ങളുള്ള ആദരണീയനായ മനുഷ്യനായിരുന്നു ആ തെറ്റ് ചെയ്തത്.
عن عبد الله بن زمعة قال سمعت النبي صلى الله عليه وسلم وذكر الذي عقر الناقة فقال فانتدب لها رجل ذو عزة ومناة في قومه كأبي زعمة. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹിജ്റിൽ എത്തിയപ്പോൾ, അതായത് തബൂക്ക് യുദ്ധ സമയത്താണ്, ഗസ്വത്തു തബൂക്ക്, അദ്ദേഹത്തിൻ്റെ സഹാബികൾക്ക് ഉത്തരവിട്ടു, അവിടെ നിന്നും കുടിക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ കിണറ്റിൽ നിന്നും വെള്ളം എടുക്കുകയോ ചെയ്യരുത്. അവർ പറഞ്ഞു, ഞങ്ങൾ ഓൾറെഡി അവിടെ നിന്ന് വെള്ളം എടുത്ത് മൈദ അല്ലെങ്കിൽ ആട്ട എന്താണോ പൊടി കുഴച്ച് ചപ്പാത്തി അല്ലെങ്കിൽ അവിടുത്തെ കുബൂസ് പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് ചുരുക്കി പറഞ്ഞാൽ അരിപ്പൊടി എടുത്ത് പത്തിരി കുഴച്ചു വച്ചു, നമ്മുടെ ഭാഷയിൽ മനസ്സിലാവാൻ എളുപ്പത്തിന്. പിന്നെ മാത്രമല്ല, ഞങ്ങളുടെ തൊലിസഞ്ചികളെല്ലാം വെള്ളം കൊണ്ട് നിറച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവിട്ടു, അതെല്ലാം എറിഞ്ഞു കളയുന്നതിന് വേണ്ടിയിട്ട്, ആ വെള്ളം കമഴ്ത്തി കളയുന്നതിന് വേണ്ടിയിട്ട്. عن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم لما نزل الحجر في غزوة تبوك أمرهم ألا يشربوا من بئرها ولا يستقوا منها فقالوا قد أجلنا منها واستقينا فأمرهم أن يطرحوا ذلك العجين ويهريق ذلك الماء. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ആളുകൾ സമൂദിൻ്റെ നാട്ടിൽ എത്തിച്ചേർന്നു, അതായത് അൽ ഹിജ്ർ എന്ന് പറയുന്ന സ്ഥലത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ ഉണ്ടായിരുന്നു. അവർ അവിടുത്തെ കിണറ്റിൽ നിന്നും വെള്ളം എടുത്തു കുടിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ പൊടി കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ടും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ അദ്ദേഹം ഉത്തരവിട്ടു, അവിടുത്തെ കിണറ്റിൽ നിന്നും എടുത്ത വെള്ളം ഏതാണോ അതെല്ലാം കമഴ്ത്തി കളയുക. അതുപോലെ നിങ്ങൾ കുഴച്ച ആ മാവ് അത് നിങ്ങൾ കഴിക്കരുത്, പകരം നിങ്ങളുടെ ഒട്ടകങ്ങൾക്ക് തിന്നാൻ കൊടുക്കുക. അതിന് പകരം അദ്ദേഹം ഉത്തരവിട്ടു, സ്വാലിഹ് നബിയുടെ പെണ്ണൊട്ടകം, അതായത് അള്ളാഹുവിൻ്റെ ഒട്ടകം, അത് ഏത് കിണറ്റിൽ നിന്നാണ് വെള്ളം കുടിച്ചിരുന്നത് അതിൽ നിന്നും വെള്ളം എടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതെല്ലാം ശപിക്കപ്പെട്ടതാണ്, കാരണം അള്ളാഹു നശിപ്പിച്ച് കളഞ്ഞൊരു നാടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഈ ഈജിപ്തിൽ ഫിറോവിൻ്റെ കൊട്ടാരോ അല്ലെങ്കിൽ അതുപോലത്തെ പിരമിഡോ അതല്ലെങ്കിൽ സിന്ധു നദിയുടെ സംസ്കാരം എന്നും പറഞ്ഞുണ്ടാക്കിയിട്ട് കാണാനൊക്കെ പോകുമ്പോൾ അവിടുത്തെ കിണറ്റിൽ നിന്നൊന്നും കോരി കുടിക്കാതിരിക്കുക. കാരണം അതൊക്കെ ഭയങ്കരമായി ശപിക്കപ്പെട്ട സ്ഥലങ്ങളായിട്ടാണ് ഈ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ നിന്ന് ഒന്നും എടുക്കാതിരിക്കുക. അറബി രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ അതെല്ലാം അടയാളപ്പെടുത്തിയൊക്കെ വെച്ചിട്ടുണ്ടാവും, അവിടെ പോയി കുടിക്കാനൊന്നും അവർ സമ്മതിക്കില്ല. അല്ലാത്ത രാജ്യങ്ങളിൽ ഇപ്പോൾ സിന്ധു നദിയുടെ സംസ്കാരം അതല്ലെങ്കിൽ ഹാരപ്പ മോഹൻജദാര സംസ്കാരം അങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്നതൊന്നും എഴുതി വെച്ചിട്ടുണ്ടാവണം എന്നൊന്നുമില്ല, കാരണം അതൊന്നും ഇസ്ലാമിക രാഷ്ട്രങ്ങളല്ല. അപ്പോൾ അത് നമ്മൾ തന്നെ സൂക്ഷിക്കണം. أن عبد الله بن عمر رضي الله عنهما أخبره أن الناس نزلوا مع رسول الله صلى الله عليه وسلم أرض ثمود الحجر واستقوا من بئرها واعتجنوا به فأمرهم رسول الله صلى الله عليه وسلم أن يحرقوا ما استقوا من بئرها وأن يلفوا إبلاء العجين وأمرهم أن يستقوا من البئر التي كان تردها الناقة. عبد الله بن عمر റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹിജ്റിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അക്രമകാരികളായ ആളുകൾ അതല്ലെങ്കിൽ അവരോട് തന്നെ അന്യായം കാണിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സ്വയത്തോട് തന്നെ അന്യായം കാണിച്ച ആളുകളുടെ സ്ഥലത്തുകൂടെ അല്ലെങ്കിൽ വീടുകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങോട്ട് പോവാതിരിക്കുക, കരയാനല്ലെങ്കിൽ. അപ്പം അതല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അവരുടെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അവരുടെ മേലിൽ എന്തൊക്കെ ശിക്ഷയാണോ ഇറക്കിയത് അതെല്ലാം. അതിനുശേഷം അദ്ദേഹം ഒരു തുണി കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം മൂടി. അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്തായിരുന്നു, അതായത് അവിടെയുള്ള ഒരു പൊടി പോലും ശ്വസിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ പറയുന്ന സംസ്കാരങ്ങളുടെയൊക്കെ ബാക്കി പത്രങ്ങൾ കാണാൻ പോകുമ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഇട്ട് ആഘോഷിക്കാതെ അവിടെ പോകുമ്പോൾ കരയാൻ വേണ്ടി മാത്രം പോവുക. അതായത് ഈ പിരമിഡ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഇന്നും ആർക്കും അറിയില്ല. അപ്പോൾ അത്രയധികം കഴിവുള്ള ആളുകൾ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്രയും ശക്തന്മാരും കഴിവും ബുദ്ധിയും ഒക്കെ ഉള്ള ടെക്നോളജിയൊക്കെ ഉണ്ടായിരുന്ന ആളുകളായിട്ട് പോലും അവരെല്ലാം നശിപ്പിക്കപ്പെട്ടു. അല്ലാഹുവിനെ പേടിച്ച് കരയണം, ഞങ്ങളുടെ കാര്യം എന്താവും റബ്ബേ എന്ന് പേടിച്ച് കരയണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് വേണ്ടി കരയാനല്ല, നമുക്ക് വേണ്ടി കരയാനാണ് പറയുന്നത്. അഖ്ബർനി സാലിമു ഇബ്നു അബ്ദുല്ലാഹി അൻ അബീഹി അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ മറ ബിൽ ഹിജ്രി ഖാല ലാ തദ്ഖുലു മസാകിന الذين ظلموا إلى أن تكونوا باكين أن يصيبكم ما أصابهم ثم تفنى بردائه وهو على الرحل. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നശിപ്പിക്കപ്പെട്ട താമസ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്, കാരണം അവരോട് തന്നെ അന്യായം ചെയ്തവർ ആയിരുന്നു.
അവിടെ നിങ്ങൾ പോകുന്നത് കരയാനല്ലെങ്കിൽ അങ്ങോട്ട് പോവുകയേ ചെയ്യരുത്. അതല്ലെങ്കിൽ നിങ്ങൾക്കും അവർക്ക് കിട്ടിയ ശിക്ഷ കിട്ടിയേക്കാം. അപ്പോൾ നമ്മളവിടെ ചെല്ലുക, ചിരിച്ചു കളിച്ച് വരാതെ കരഞ്ഞു വിളിച്ച് വന്നാൽ രക്ഷപ്പെടും. അതല്ലെങ്കിൽ പണി കിട്ടും. കാണാൻ പോയിരിക്കും എളുപ്പം. അന്ന ഇബ്നു ഉമറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തദ്ഖുലൂ മസാകിന അല്ലദീന ളലമു അൻഫുസഹും ഇല്ലാ അൻ തകൂനു ബാക്കിയിൻ അൻ യസീബക്കും മിസ്ലു അസാബഹും. അള്ളാഹു അഅലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.